19 മത്സരാർത്ഥികളുമായാണ് ബിഗ് ബോസ് മലയാളം സീസൺ 7 തുടങ്ങിയത്. ആദ്യത്തെ നോമിനേഷനിൽ എത്തിയത് ആകട്ടെ 7 പേരും. ഇവരിൽ നിന്ന് ഒന്നോ രണ്ടോ പേര് ഇന്ന് പുറത്താകാനുള്ള സാധ്യതയും ഏറെയാണ്. ആദ്യത്തെ ആഴ്ച തന്നെ രേണുസുതി പുറത്തു പോകുമോ? നോമിനേഷനിൽ 4 വോട്ടായിരുന്നു അവർക്ക് കിട്ടിയത്. നിലവിൽ 8 പേരാണ് നോമിനേഷനിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. അനുമോൾ, ആര്യൻ കദോറിയ, ശാരിക, രേണുസുതി, നെവിൻ, ജിസേൽ, രഞ്ജിത്ത്, ശൈത്യ എന്നിവരാണ്. എന്തായാലും ഒരു ടെസ്റ്റ് പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ബിഗ് ബോസിൽ ഇത്തവണ ഒരുങ്ങുന്നത് 7ന്റെ പണിയാണ്. അതുകൊണ്ട് തുടക്കത്തിൽ തന്നെ 2 പേര് പുറത്തു പോകാനുള്ള സാധ്യതയും കൂടുതലാണ്. അങ്ങനെ ഒരു ഡബിൾ എവിക്ഷൻ വന്നാൽ മത്സരാർത്ഥികൾക്ക് ഒരു ഭയം ഉണ്ടാകാൻ സാധ്യതയുമുണ്ട്. രേണുസുതി പുറത്താകുമോ? ഇവളെ എടുത്ത് പുറത്തു കളയണം, ഇവൾ പുറത്താകുമോ എന്നൊക്കെയുള്ള കുറെ കമന്റുകൾ സോഷ്യൽ മീഡിയ ബിഗ് ബോസ് ഗ്രൂപ്പുകളിലും ആർമി ഗ്രൂപ്പുകളിലും എല്ലാം കാണുന്നുണ്ട്. എന്നാൽ രേണുസുതി ഔട്ടാകില്ല, അനുമോളും പോകില്ല. ഔട്ടാകാൻ സാധ്യതയുള്ളത് രഞ്ജിത്തോ ശാരികയോ ആയിരിക്കും. ഒരാളാണ് സാധ്യതയെങ്കിൽ രഞ്ജിത്തിനായിരിക്കും എന്നാണ് നിഗമനം. ബിഗ് ബോസ് ഹൗസിലെ കോമണർ മത്സരാർത്ഥിയായ അനീഷ് കഴിഞ്ഞാൽ പലരുടെയും നോട്ടപ്പുള്ളി രേണുസുധിയാണ്. രേണുവിന് പുറത്തുള്ള നെഗറ്റീവ് പരമാവധി പ്രയോജനപ്പെടുത്തി അവരെ പുറത്താക്കാനുള്ള ശ്രമങ്ങളാണ് പല മത്സരാർത്ഥികളും നടത്തുന്നത്. താൻ ഫ്ലവർ അല്ലട, ഫയർ ആണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് രേണു ബിഗ് ബോസ് ഹൗസിലേക്ക് കയറിയത്. രേണു അത്രയ്ക്കും ഫയർ ആയോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് ഒരു വിഭാഗം ആരാധകരുടെ വിലയിരുത്തൽ. അതേസമയം അനീഷ്, നെവിൻ, അക്ബർ തുടങ്ങിയ മത്സരാർത്ഥികളുമായിട്ട് രേണു കുമ്പുകോർത്തതും എങ്ങനെ ആ സാഹചര്യങ്ങളെ ധൈര്യത്തോടെ നേരിട്ടു എന്നതും അവരുടെ ആരാധകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഹനീഷിനെ പോലെയുള്ള ഒരു മത്സരാർത്ഥിയോട് ബിഗ് ബോസിൽ നേർക്ക് നേരെ നിൽക്കാനുള്ള കരുത്ത് മത്സരാർത്ഥികളിൽ ഒരാൾ രേണു ആണെന്നും ആരാധകർ ചൂണ്ടിക്കാട്ടുന്നു. അതുകൊണ്ട് തന്നെ ആദ്യത്തെ ആഴ്ചകളിലൊന്നും അവർ പുറത്താകാനുള്ള സാധ്യതയില്ല എന്നും ഇവർ വാദിക്കുന്നുണ്ട്. ബിഗ് ബോസിൽ ഇക്കുറി അനുമോള് സേഫ് ആകാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് ആരാധകർ പറയുന്നത്. പുറത്ത് അനുമോൾക്ക് നല്ല ഫാൻ ബേസ് ഉണ്ട്. അതുമാത്രവുമല്ല, ആദ്യ ദിവസങ്ങളിൽ അനു ഷാനുവാസുമായിട്ടും ആര്യനുമായിട്ടും എല്ലാം തർക്കിച്ച സംഭവങ്ങൾ ആരാധകർക്കിടയിൽ ചർച്ചയുമായിരുന്നു. സെലിബ്രിറ്റി ആയിട്ടും സേഫ് ഗെയിം കളിക്കാൻ അനു തയ്യാറാകുന്നില്ല എന്നാണ് അവരുടെ ആരാധകരുടെ ഒരു വാദം. നെവിനും ജിസേലും ഇതുവരെ വലിയ ഗെയിമൊന്നും പുറത്തെടുത്തിട്ടില്ല. എന്നിരുന്നാലും എന്റർടൈനർ എന്ന നിലയിൽ നെവിൻ പെർഫോം ചെയ്യുന്നുണ്ട് എന്നാണ് ആരാധകരുടെ പക്ഷം. ജിസയിലാകട്ടെ തന്റെ ഭാഷാ പരിമിതികൾക്കിടയിൽ നിലപാടുകൾ തുറന്നു പറയാൻ മടി കാണിക്കുന്നില്ല എന്നത് ചൂണ്ടിക്കാട്ടപ്പെടുന്നുണ്ട്. ജെന്യുവനായി നിൽക്കുന്നു എന്നതും പോസിറ്റീവ് ഘടകമാണ്. നോമിനേഷനിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് ശൈത്യക്കാണ്. 6 വോട്ട് തൊട്ട് പിന്നാലെ 5 വോട്ടുമായിട്ട് മുൻഷി രഞ്ജിത്തുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 2 പേരിൽ ആരെങ്കിലും ആകാം പുറത്തു പോയേക്കും എന്നതാണ് വിലയിരുത്തൽ. അതേസമയം ഈ ഒരു 7ന്റെ പണിയിൽ എന്തെങ്കിലും ഒരു ട്വിസ്റ്റ് ഉണ്ടാകുമോ എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും.